നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം എന്താണ് ചെയ്യാറുള്ളത്? നാം മനസ്സുരുകി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ഏറ്റവും വിഷമസന്ധിയിൽ നാം ആശ്വാസം കണ്ടെത്തുന്നത് അങ്ങനെയാണ്. ദൈവം മുൻപാകെ അടുത്ത് ചെന്ന് നാം ഹൃദയം നുറുങ്ങി ദൈവം മുൻപാകെ പ്രാർത്ഥിക്കാറുണ്ട്. വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവം മുൻപാകെ അടുത്ത് ചെല്ലുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുവാദം എത്രയോ വിലയേറിയതാണ്. നാം അനുഭവിക്കുന്ന പ്രയാസം എത്ര തന്നെ വലുതായിരുന്നാലും അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് നാം ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എത്രയോ വലുതാണ്. ഒരു വലിയ ആശ്വാസം നമുക്ക് ലഭിക്കുകയാണ്, വലിയ സമാധാനം നമുക്ക് ലഭിക്കുകയാണ്. കാരണം സർവശക്തനായ സർവവ്യാപിയായ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വലിയൊരു ആശ്വാസം നമ്മെ ഭരിക്കുന്നു. വാസ്തവത്തിൽ ഈ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുവാദവും അവകാശവും തീർച്ചയായും നമ്മുടെ ഒരു വലിയ പദവിയാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പ്രാർത്ഥനയെ സംബന്ധിച്ച് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നതായ ഒരു കാര്യം 65-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലുണ്ട്. അതിങ്ങനെയാണ്: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് വലിയവനായ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നത്രേ. നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവമക്കൾക്ക് അവിടുത്തെ അരികിൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ അനുവാദമുണ്ട്. നാം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഇതെത്ര വലിയൊരു ഉറപ്പാണ്, ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം നമ്മുടെ പിതാവ് മുന്നമേ തന്നെ അറിയുന്നു. നാം യാചിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വലിയ ചിന്തയോടുകൂടെ വേണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ ആവശ്യങ്ങൾ നാം സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ മുന്നമേ തന്നെ അറിയുന്നു എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യുവാൻ പാടില്ല എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്ത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് കരുതി വ്യർത്ഥമായി പ്രാർത്ഥിക്കുവാനല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. വലിയവനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവ് നമുക്കുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ അവിടുത്തെ അരികിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 6 മുതലുള്ള വാക്യങ്ങളിൽ അത് എഴുതിയിരിക്കുന്നു. അതിങ്ങനെയാണ്: നീയോ പ്രാർത്ഥിക്കുമ്പോൾ
അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നാം ദൈവം മുൻപാകെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് നമ്മുടെ ഹൃദയം പകരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയം കാണുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ രഹസ്യത്തിൽ കാണുന്ന പിതാവ്, നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ ഗ്രഹിക്കുന്ന വലിയവനായ ദൈവം, നമ്മുടെ സകല ചിന്തകളും ചിന്താകുലങ്ങളും അറിയാവുന്നവൻ നമ്മുടെ അരികിലേക്ക് വരുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, അതിന് മറുപടി നൽകുന്നു. ഇത് ഹൃദ്യമായ ഒരു ആലോചനയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് അനുവാദമില്ല. അതിനൊരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവിടുന്നാണ് നമ്മുടെ ഏക മധ്യസ്ഥൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ എന്ന് നാം വായിക്കുന്നു. സകലർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തുയേശു തന്നെ. അതുകൊണ്ട് ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഒരേ സമയം ദൈവത്തോടും മനുഷ്യനോടും മധ്യസ്ഥത പുലർത്തുവാൻ കഴിയുന്നവൻ അവിടുന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനും കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിപ്പാനും ലഭിച്ചിരിക്കുന്ന വിലയേറിയ അനുവാദത്തിനായി, അവകാശത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. വാസ്തവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവഹിതം നിറവേറ്റപ്പെടേണ്ടതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ച് ദൈവഹിതങ്ങളുണ്ട്. അത് കൃത്യമായ ഹിതമാണ്. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ഹിതം നിറവേറ്റപ്പെടേണ്ടതിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നാം പലപ്പോഴും നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക കൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പലപ്പോഴും നാം യാചിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഓർത്തും സ്വാർത്ഥത കണക്കാക്കിയുമാണ്. എന്നാൽ ദൈവഹിതത്തിനായി നാം യാചിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകി നമ്മെ സഹായിക്കുന്നവനാണ്. ഈ കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ തവണ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതാത് സമയങ്ങളിൽ തന്നെ മറുപടി നൽകി കർത്താവ് നമ്മെ സഹായിച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തുടർമാനമായി ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമുക്കിടയായിത്തീരണം. പ്രാർത്ഥന നമ്മുടെ ഒരു ജീവിതചര്യയായി മാറണം. അപ്പോഴാണ് ദൈവം നമ്മെ സഹായിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മെ അനുഗ്രഹിച്ചതും സഹായിച്ചതും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് ചെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചപ്പോൾ, ദൈവവുമായി നിരന്തരമായ ഒരു വലിയ ബന്ധം നമുക്ക് ലഭിച്ചപ്പോൾ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചപ്പോൾ, നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ചപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു നമുക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധമാണ് ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ആ പ്രാർത്ഥനാ ജീവിതമാണ് വാസ്തവത്തിൽ ഒരു വിശ്വാസിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ആ വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാം. നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതത്തിനായി നാം യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ നാം യാചിക്കുന്നതിന് മുൻപേ തന്നെ അറിയുന്ന കർത്താവിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ അടുത്ത് ചെല്ലാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം യാചിക്കുമ്പോൾ നമുക്കെല്ലാം ചെയ്തു തരാം എന്നരുളി ചെയ്ത ആ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന്
ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞൊരു വർഷക്കാലം ഉണ്ടായിട്ടുണ്ടെന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞങ്ങളെ കൈവിടാതെ അവിടുന്ന് കരം പിടിച്ച് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ താണു പോകാതെയും വീണു പോകാതെയും ഞങ്ങളുടെ കാലുകൾ വഴുതിപ്പോകാതെയും ഞങ്ങളെ അവിടുത്തെ കരം കൊണ്ട് പിടിച്ച് വഴി നടത്തിയ എല്ലാ കൃപകൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇന്ന് രാവിലെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നരുളി ചെയ്ത കർത്താവിൻ്റെ അരികിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ അനുവാദത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ ഓരോരുത്തരുടെയും മേൽ അവിടുത്തെ കരം വെച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ അനുഗ്രഹകരമായ ഒരു പുതിയ സംവത്സരം ഞങ്ങൾക്ക് സമ്മാനിച്ച് അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.